ഫ്രണ്ട്സ്, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ 4 മണിക്ക് വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4-5 ബ്രെഡ് ഞാൻ പൊടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞു കൊടുക്കാം, അരിഞ്ഞിട്ട് കൊടുക്കാം, സവാള അരിഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും അതുപോലെ തന്നെ ഈ ബ്രെഡ് ക്രംസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഓരോ ബോൾസുകളാക്കി എടുക്കാം. കുഴച്ച് വെച്ചിരുന്നത് നമ്മൾ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം. നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് എടുക്കാം. നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച ശേഷം ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉരുള മുട്ടയ്ക്കകത്ത് മുക്കി ഈ ബ്രെഡ് ക്രംസിനകത്തിൽ മുക്കി എണ്ണയ്ക്കകത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓരോന്നായിട്ട് മുക്കിയെടുത്ത് നോക്കി അതുപോലെ ഓരോന്നും മുട്ടയ്ക്കകത്ത് മുക്കുക, ബ്രെഡ് ക്രംസിനകത്ത് മുക്കുക. എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മളിതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടത് പൊരിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് പൊരിച്ചെടുത്ത റെസിപ്പി ഇവിടെ റെഡി ആയിട്ട്